ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. IAS കോച്ചിംഗ് സെന്ററിലെ അപകടം, ഡൽഹി സർക്കാരിന്റെ വീഴ്ച എന്നിവ ആരോപിച്ചാണ് മാർച്ച്. ശരത് ലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വലിയ ജനപങ്കാളിത്തമുണ്ട് ഈ മാർച്ച്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ ഈ മാർച്ച് തുടരുന്നത്? എന്താണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വീണ, നേരത്തെ തന്നെ BJP പ്രഖ്യാപിച്ചതാണ് ഡൽഹിയിലെ കെജ്രിവാൾ സർക്കാർ അഴിമതിയും കൊടുങ്കാര്യസ്ഥയുമാണ് ഡൽഹിയിലെ ആപ്പ് സർക്കാരിന്റെ മുഖമുദ്ര. ഈ മുദ്രാവാക്യമാണ് ഇന്ന് ഇപ്പോൾ ഉയർത്തിക്കൊണ്ട് ആപ്പിന്റെ ഓഫീസിലേക്ക് മാർച്ച് തുടങ്ങിയത്. നേരത്തെ തന്നെ BJP എംപിമാരും BJP സംസ്ഥാന ഘടകവും ഇക്കാര്യത്തിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും അതേപോലെ തന്നെ ഡൽഹി സർക്കാരും കനത്ത വീഴ്ചയാണ് വന്നത്. ഇത് ദുരന്തമല്ല, കൊലപാതകമാണ് എന്നാണ് BJP വ്യക്തമാക്കിയത്. ഇന്ന് 10 മണിയോട് കൂടിയിട്ട് ഡൽഹി BJP ആസ്ഥാനത്തു നിന്നും അതേപോലത്തെ ITOയിൽ നിന്നും പ്രവർത്തകർ ഒത്തുകൂടിയാണ്. വൻ വലിയ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തകർ ഒത്തുകൂടിയാണ് ആം ആദ്മി പാർട്ടി ഓഫീസിലേക്ക് മാർച്ച് നടന്നത്. മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും വളരെ കൂടുതൽ പങ്കാളികളും അല്ലെങ്കിൽ പ്രകടനക്കാരുള്ളതിനാൽ ജലപീരങ്കി ഉപയോഗിച്ചിട്ട് ലാത്തി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിനാണ് ഇക്കാര്യത്തിൽ BJP ഡൽഹി ഘടകം കോപ്പുകൂട്ടുന്നത്. അതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന മാർച്ച്. ഡൽഹിയിൽ നിന്ന് വളരെ കൂടുതൽ ആൾക്കാരെ, ഡൽഹി അതേപോലെ തന്നെ യുവമോർച്ച, ABVP എന്നീ സംഘടനകളിലുള്ള വിദ്യാർത്ഥികളും ഈ മാർച്ചിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. വീണ, ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്.